സ്വാമി നിർമ്മലാനന്ദഗിരി മഹാരാജ് സമാധിയായി 86 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് പാലക്കാട് സ്വകാര്യ ആശുപത്രിയിൽ വ്യാഴാഴ്ച വൈകിട്ട് 6:30 അന്ത്യം. പൊതുദർശനത്തിന് ശേഷം ഭൗതികദേഹം ഒറ്റപ്പാലം പാലിയിൽ മഠത്തിൽ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3-ന് സമാധിയിരുത്തും. ആയുർവേദ ചികിത്സാരംഗത്തെ പ്രശസ്തനും വേദപണ്ഡിതനുമായിരുന്നു സ്വാമി നിർമ്മലാനന്ദഗിരി മഹാരാജ്. ജന്മം കൊണ്ട് കോട്ടയം നീണ്ടൂർ സ്വദേശിയായ നിർമ്മലാനന്ദഗിരി ഏറെക്കാലം മദ്രാസിലായിരുന്നു. അവിടെ നിന്നാണ് വാരണാസിയിൽ പോയി ആയുർവേദം പഠിച്ചതും സന്യാസം സ്വീകരിച്ചതും. പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഹോമിയോ വിഭാഗത്തിൽ പഠനം നടത്തി. 1990 ഷൊർണൂർ കൂനത്തറ ആറാണിയിലെത്തിയ സ്വാമി പിന്നീട് ഒറ്റപ്പാലം പാലപ്പുറത്താണ് കഴിഞ്ഞിരുന്നത്. വാണിജ്യവത്കരിക്കപ്പെട്ട വൈദ്യശാസ്ത്ര പ്രവണതയ്ക്കെതിരായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനം. ആത്മീയ ചിന്തയിൽ നിന്ന് വ്യത്യസ്തമായി ഭൗതിക സാഹചര്യങ്ങൾ വിലയിരുത്തി ചികിത്സയും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രഭാഷണവും നടത്തിവന്നു. ക്യാൻസർ ചികിത്സയിലടക്കം പ്രാവീണ്യം തെളിയിച്ച സ്വാമി ആയുർവേദത്തിന് ഏറെ സംഭാവനകൾ നൽകി. പ്രതിഫലമൊന്നും സ്വീകരിക്കാതെ ഒറ്റപ്പാലം പാലപ്പുറം കാരിയിൽ മഠത്തിലാണ് രോഗികളെ ചികിത്സിച്ചിരുന്നത്. ഭഗവത്ഗീതയ്ക്കൊരാമുഖം, ക്ഷേത്രാരാധന, ദാമ്പത്യ ജീവിതം, ആരോഗ്യജീവിതം തുടങ്ങി നിരവധി പുസ്തകങ്ങൾ രചിച്ചു. ആരോഗ്യജീവനം എന്ന പേരിൽ 12 വർഷം കൈരളി ടിവിയിൽ പ്രഭാഷണ പരിപാടി അവതരിപ്പിച്ചിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം നിരവധി പ്രമുഖർ സ്വാമിയുടെ ദേഹവിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.